വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 50-52 സൂക്തങ്ങളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് ഇവിടെ നൽകുന്നത്. ജനങ്ങൾ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി നാം പല രീതിയിൽ ഈ സന്മാർഗ സംഹിത അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളിലധികവും നന്ദികേടാണ് കാണിക്കുന്നത്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ നാടുകളിലും ഓരോ പ്രവാചകന് വീതം അയക്കുമായിരുന്നു. നീ സത്യനിഷേധികളെ ഒരിക്കലും അനുസരിച്ചു പോകരുത്, അവർക്ക് വഴങ്ങരുത്. ഈ ഖുർആൻ കൊണ്ട് നീ അവരോട് വലിയ ജിഹാദ് ചെയ്യുക, മഹാസമരം നടത്തുക. ദൈവം മനുഷ്യ സമൂഹത്തിന് നൽകിയ സന്മാർഗം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ശൈലിയിലും യുക്തിപരമായ തെളിവുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും വകവെക്കാതെ അതേക്കുറിച്ച് ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അന്ധമായി ആ മാർഗദർശനത്തെ എതിർക്കുകയും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകി ജീവിക്കുകയാണ് പൊതുവെ മനുഷ്യ സമൂഹം. ഈ സന്മാർഗം ലോകജനതക്കാകമാനം എത്തിച്ചു കൊടുക്കുവാൻ എല്ലാ പ്രദേശങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിക്കാൻ ദൈവത്തിന് കഴിയാത്തതുകൊണ്ടല്ല. പക്ഷേ പ്രവാചകാധ്യാപനങ്ങൾക്കും അതേപോലെ വേദഗ്രന്ഥത്തിനും എതിരിൽ കണ്ണും കാതും മനസ്സും കൊട്ടിയടച്ചവർക്ക് മുമ്പാകെ എത്ര പ്രവാചകന്മാരെ അയച്ചിട്ടും ഒരു കാര്യവുമില്ല. ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു കോപ്പി മതി ഏത് ഓണം കേറാമൂലയിലും ഈ സന്മാർഗത്തിൻ്റെ വെളിച്ചം പരക്കുവാൻ. അതിനാൽ ഈ ഖുർആൻ കൊണ്ടാണ് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത്. അഥവാ അസത്യത്തിനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിൽ ഈ ഖുർആൻ്റെ വെള്ളി വെളിച്ചമാണ് പരത്തേണ്ടത്. അതുവഴി ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ, കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഗ്രഹിക്കുന്നവർ ഈ ഖുർആനിലൂടെ സന്മാർഗം ഉൾക്കൊള്ളാൻ തയ്യാറാകും. ജിഹാദ് എന്ന പദം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ജിഹാദ് എന്നാൽ നിരപരാധികളെ കൊല്ലുക, യുദ്ധം ചെയ്യുക, ഭീകരപ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെയാണെന്ന് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ജിഹാദുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും ധാർമ്മിക വ്യവസ്ഥകളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള സകല പരിപാടികൾക്കും പറയുന്ന ഒരു പേരാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. ഈ യുദ്ധത്തിനൊന്നും ജിഹാദ് എന്ന് പറയില്ല. യുദ്ധത്തിന് അറബി ഭാഷയിൽ ഖിത്താൽ എന്ന് പറയുക. അപ്പോൾ സ്വന്തം ദേഹേച്ഛയോട് ജിഹാദ് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു മുജാഹിദ്, അതായത് ജിഹാദ് ചെയ്യുന്നവൻ ആരാണെന്ന് പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അയാൾ ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തുന്നവനാണ്. അതായത് ദൈവത്തെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുജാഹിദ്. ഖുർആനിൽ 37 അന്നാസിയാത്ത് എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവധിക്കാരിയായി ജീവിക്കുകയും അതേപോലെ ഭൗതിക ജീവിതത്തിന് മുൻഗണന നൽകുകയും ചെയ്തവൻ്റെ സങ്കേതം നരകമാണ്. എന്നാൽ തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന ഭീതിയോടെ സ്വന്തത്തെ ദേഹേച്ഛയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തവൻ, അവൻ്റെ സങ്കേതം സ്വർഗമായിരിക്കും എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്.